സ്നേഹം സ്നേഹം എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയും. ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഏത് നേരം 24 മണിക്കൂർ ഇവിടെ നിന്നെ തന്നെ നോക്കി നിൻ്റെ പിന്നാലെ നടന്നാൽ മതിയോ? നിനക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തന്നെ ജോലിക്ക് പോകണ്ടേ? അല്ലെങ്കിൽ ഏത് നേരം മക്കളെ നിങ്ങളെടുത്തിരുന്നാൽ മതിയോ? അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലേ വരുള്ളൂ. അയ്യോ, ഇങ്ങനെ 24 മണിക്കൂർ സ്നേഹം പ്രകടിപ്പിച്ചിരിക്കാനൊന്നും അല്ല ഈ പറയുന്നത്. എപ്പോഴും അത് ഈ സ്നേഹം എന്ന് പറയുന്നതിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം നമ്മൾ. ചില കാര്യങ്ങൾ അത് വാക്കുകൾ കൊണ്ടാവാം, ജസ്റ്റേഴ്സ് കൊണ്ടാവാം, അത് ചെറിയൊരു നോട്ടാണെങ്കിലും അതൊക്കെ ധാരാളം തന്നെയാണ്. ഒരു നല്ല കാര്യങ്ങൾ പറയുക, കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന, അവർ പറയുന്നത് കേൾക്കുക, ലിസൺ ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് അവരെ കൊടുക്കുന്ന കെയറാണ്. അപ്പം നമ്മൾ സ്നേഹം എന്ന് പറയുന്നതിൽ സ്നേഹം മാത്രം പോരാ, നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, അതിനെ പ്രവർത്തിക്കുന്നത് വേണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം എനിക്ക് ഒരുപാട് നിന്നോട് സ്നേഹമുണ്ട്, അതിന് ഒരുപാട് വില പിടിച്ച സാധനങ്ങൾ തരുന്നതിലല്ല. പേഴ്സണൽ നമ്മൾ പലപ്പോഴും പറയേണ്ട വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്കൽ പല രീതിയിലും മാറ്റങ്ങൾ വരും. ഇത് ഈ മൂന്നെണ്ണം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് പറയുന്നത്. ചില ആളുകൾക്ക് പറയുന്ന കാര്യങ്ങൾ അത് പ്രവർത്തിച്ച് കാണുന്നതിലായിരിക്കും, അതായത് സർവീസ് ലെവലിൽ കാണുന്നതായിരിക്കും ഇഷ്ടം. ചില ആൾക്കാർക്ക് ഒന്ന് ചെയ്താലും ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു രണ്ട് നല്ല വർത്തമാനം പറഞ്ഞുകൂടെ, എൻ്റെ അടുത്ത് ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞൂടെ എന്ന് പറയുന്നവരുണ്ടാവും. അപ്പോൾ ആ വാക്കുകൾ കേൾക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം. ചില ആൾക്കാർക്ക് ഇതൊന്നുമല്ല, അവരെ ഒന്ന് ടച്ച് ചെയ്യണം, അവരെ ഒന്ന് ചേർത്ത് പിടിക്കണം, ഇതെല്ലാം അവരെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഓരോ പേഴ്സണിനെയും നമുക്കിത് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഓരോ പ്രവൃത്തികളെയും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ അവർ ഏത് കാറ്റഗറിയിൽ എത്തിയിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് നല്ലപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും നമുക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ വിലയേറിയ സമ്മാനത്തിനേക്കാളും ആ പാർട്ട്ണറിനെ ഒന്ന് കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ഗിവ് സം ടച്ച്. ചില സമയത്ത് ഒരു ടച്ച് കൊടുക്കുക, ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫീസിൽ എന്തായി, ഓക്കെ സാരില്ല, നീ ശരിയാവും, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് ശരിയായിക്കൊണ്ട് അങ്ങനെയൊന്നല്ല, പക്ഷെ കേൾക്കുക, അവർ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വീട്ടിലെ ഹൗസ് വൈഫ് ആണെങ്കിൽ അവർ കഷ്ടപ്പെടുന്നതിനെ നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ജസ്റ്റ് വാലിഡേറ്റ്, അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഈ പറഞ്ഞ മാതിരി എപ്പോഴും ഒരുപാട് കാണിച്ചു കൂട്ടി, പൂവ് കാണിച്ച് കുറേ ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച്, ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെ പോയിന്റ് ചെയ്ത് നമ്മൾ നോക്കി പ്രവർത്തിക്കാനാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു.